ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഫേസ് പാക്കാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അരിപ്പൊടിയുടെ ഫേസ് പാക്കും പിന്നെ കാപ്പിപ്പൊടിയുടെ ഫേസ് പാക്കും കേട്ടോ. അപ്പോൾ ഏതാ കൂടുതൽ യൂസ്ഫുൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അരിപ്പൊടിയും കൊണ്ടിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അതിനായിട്ട് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ശകലം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ശകലം പാലൊഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് കിട്ടിയത്, കട്ട തൈര് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരിപ്പൊടിയും കൊണ്ടുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള പാക്ക് റെഡി ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാപ്പിപ്പൊടിയും അതിൻ്റെ അകത്തേക്ക് കുറച്ച് അലോവേര ജെൽ, ഞാൻ നാച്ചുറൽ അലോവേര ജെല്ലാണ് എടുത്തത്, അതും പിന്നെ 1 സ്പൂൺ തേനുമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കാപ്പിപ്പൊടിയുടെ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരിപ്പൊടിയുടെ ഫേസ് പാക്കാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇതേ ഒരു സൈഡിൽ അരിപ്പൊടിയുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഖം നന്നായിട്ട് ഫേസ് വാഷ് വെച്ചിട്ട് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകി മുഖം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ശരിക്കും വർക്ക് ആവുന്നത്, ഏതിനെ ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡിലും പിന്നെ കഴുത്തിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ദേ നമ്മൾ അരിപ്പൊടിയുടെ ഫേസ് പാക്ക് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടിയുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാപ്പിപ്പൊടിയുടെ ഒരു പാക്ക് ഇതുപോലെ തന്നെ മുഖത്തും കഴുത്തിലേക്കുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് കാപ്പിപ്പൊടിയുടെ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 പാക്ക് ഞാൻ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കുറച്ച് വെള്ളം വെച്ച് ആദ്യം ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കാവേ. ആദ്യം 2 സൈഡും ഒന്ന് നനച്ച് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നനച്ചിട്ട് നമുക്കിനി ഇതൊന്ന് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് തന്നെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ഗ്ലോയിങ് ഒക്കെ വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കാപ്പിപ്പൊടിയുടെയും കൂടെ നോക്കാം ഇതിലേതാ ബെറ്റർ എന്ന്, കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്ന ഏതാണെന്ന് നോക്കാവേ. അപ്പോൾ ഇത് കാപ്പിപ്പൊടിയുടെയും കൂടെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കാപ്പിപ്പൊടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് കാപ്പിപ്പൊടിക്കാൻ തോന്നുന്നു. ഇവിടെ കുറച്ചുകൂടി കൂടുതൽ ഗ്ലോ കിട്ടിയാലും എനിക്ക് ഫീൽ ചെയ്തേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട സൈഡിൻ്റെയും പിന്നെ നമ്മുടെ അരിപ്പൊടിയുടെ ഫേസ് പാക്ക് ഇട്ട സൈഡിൻ്റെ ഒരു ഡിഫറൻസ്. എനിക്ക് രണ്ടും ഏകദേശം ഈക്വൽ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ, വലിയ വ്യത്യാസം തോന്നിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് നോക്കാവേ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഫേസിൽ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ പോലെ വന്നത് നമ്മുടെ അരിപ്പൊടിയുടെ ഫേസ് പാക്കിന് തന്നെയാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഒരു കാപ്പിപ്പൊടിയുടെ ഒരു മഞ്ഞപ്പ് കൂടിയ കളർ പോലെ എനിക്ക് തോന്നിച്ചു. പക്ഷേ അരിപ്പൊടിയുടെ കുറച്ചുകൂടി നല്ലൊരു കളർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഫേസ് പാക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ.